കഥയിലെ ക്യാരക്ടറിനെ അത് നടക്കുന്ന കാലവും സ്ഥലവും സ്വാധീനിക്കും. തിരക്കഥയിൽ ഇതാണ് കോണ്ടെക്സ്റ്റ്. അത് മാറുമ്പോൾ കഥാലോകം തന്നെ മാറും. റിയലിസ്റ്റിക്കും ബിലീവബിളുമാക്കി ക്യാരക്ടറിനെ മാറ്റുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. ആർക്ക്, ഹാപ്പി ഡെത്ത് ഡേ, ടു ഡിസ്റ്റന്റ് സ്ട്രേഞ്ചേഴ്സ്, ഈ മൂവിയിലൊക്കെ യൂണിഫൈങ് തീം ടൈം ലൂപ്പാണ്. 3 സിനിമയിലും മെയിൻ ക്യാരക്ടർ ടൈം ലൂപ്പിൽ പെടുന്നു. അവരുടെ പ്രശ്നങ്ങളും കഥ നടക്കുന്ന കാലവും സ്ഥലവും സിറ്റുവേഷൻസും ഒക്കെ വേറെ വേറെയാണ്. അതായത് കോണ്ടെക്സ്റ്റ് മാറിയപ്പോൾ അവരുടെ ക്രൈസിസുകളും മാറി. അങ്ങനെ അത് 3 ഡിഫറെന്റ് മൂവീസായി. ക്യാപ്റ്റൻ മില്ലർ തമിഴ് മൂവി കോണ്ടെക്സ്റ്റിനെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ലാത്ത കാലം, രാജഭരണം ദൈവഹിതമാണെന്ന അഹങ്കാരത്തിൽ അതിനായി ബ്രിട്ടീഷുകാരോട് ടൈപ്പിലെത്തിയ സ്വന്തം രാജാവിനോട് തന്നെ പോരാട്ടത്തിനിറങ്ങുന്ന തമിഴ്നാടൻ വില്ലേജ് ആണ് സ്ഥലം. നായകൻ അവരുടെ നേതാവും രക്ഷകനുമാകുന്ന കൈൻഡ് ഓഫ് സിനിമകൾ വേറെയും ഉണ്ടെങ്കിലും ഈ മൂവി കോണ്ടെക്സ്റ്റിനോട് നീതി പുലർത്തുന്നു. കച്ചവട സിനിമയുടെ ഫോർമുലയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സെൻട്രൽ കോൺഫ്ലിക്റ്റുകൾക്ക് ഒരേ നേച്ചർ ആയാലും ടൈം ആൻഡ് സ്പേസ് ഒരു സിനിമയുടെ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കും. തിരക്കഥയിൽ ആദ്യ വരി എഴുതും മുമ്പേ റൈറ്റർക്ക് ക്ലിയർ പിക്ചർ ഉണ്ടാകേണ്ട കാര്യം.